ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഞാനിടണമെന്ന് ആഗ്രഹിച്ചിടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ലോങ് ആവുമോ ഷോർട്ട് ആവുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ലോങ് വീഡിയോ ആകുമ്പോൾ നമ്മൾ എന്തിട്ട് തുടങ്ങും, ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ജോലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങും. ജോലി മീൻസ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് ജോലിക്ക് കയറിയായിരുന്നു. ഒരു 2-3 മന്ത്സ് ഞാൻ വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, എനിക്ക് ജോലി കിട്ടി, ഞാനിപ്പോൾ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ. എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുക, വർക്ക് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്താ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ നോക്കും. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ അങ്ങനെ തന്നെ തുടങ്ങിയേക്കാം വിചാരിച്ചു. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നമുക്കൊരു സമയമുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് എന്ത് കോഴ്സ് പഠിക്കണം എന്ന് അറിയാൻ നിൽക്കുന്ന സമയം. ആ സമയത്ത് എനിക്ക് തലയിൽ കയറിയ സംഭവമാണ് ഈ ഏവിയേഷൻ എന്നുള്ള സംഭവം. ഏവിയേഷൻ അല്ല, എയർ ഹോസ്റ്റസ് എന്നൊരു സാധനമാണ് എൻ്റെ തലയിൽ കയറിയിരുന്നത് ആദ്യം. അപ്പം ക്യാബിൻ ക്രൂവിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി, യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ. പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പം ഞാനിങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് ഇങ്ങനെ ക്യാബിൻ ക്രൂവിനെ കുറിച്ചുള്ള കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു യൂട്യൂബിൽ. എങ്ങനെ ക്യാബിൻ ക്രൂ ആയാലും ബെനിഫിറ്റ്സ് എന്താ, അങ്ങനത്തെ കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടു. ആ സമയത്താണ് ഈ ഹൈറ്റിൻ്റെ വെയിറ്റിൻ്റെത്, പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കിട്ടില്ല, പിന്നെ സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അങ്ങനെയൊക്കെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ഹൈറ്റും വെയിറ്റൊക്കെ സെറ്റാക്കിയിട്ടാകുമ്പോൾ ആ ക്യാബിൻ ക്രൂ എന്നുള്ള സാധനം നോക്കാം. പക്ഷേങ്കിൽ എന്ത് ഞാൻ ചെയ്യും, അതായിരുന്നു അടുത്തെൻ്റെ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഏവിയേഷൻ കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഡിഗ്രി ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ BBA ഏവിയേഷനാണ് ഞാൻ പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഈ BBA ഏവിയേഷനൊരു ആവശ്യമില്ല, നമുക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടണമെന്നില്ല. അത് ഞാൻ ആദ്യം പറയുകയാണ്. ഏവിയേഷനിൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം, അത് ഞാനൊന്നും പറയണില്ല. പക്ഷെ ജോലി ചെയ്യാൻ ഏവിയേഷൻ വേണം, ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കണമെങ്കിൽ ഏവിയേഷൻ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല ഗൈസ്. ഒന്നാമത്തെ കാര്യം അത്. ഇപ്പം എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവർ കുറേ പേര് എഞ്ചിനീയറിങ് കഴിഞ്ഞവർ, പിന്നെന്താണ് BCom, അങ്ങനെ കുറേ പേര് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം ഏവിയേഷൻ കോഴ്സ് നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമില്ല, അതൊന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഞാൻ BBA ഏവിയേഷൻ ഓപ്റ്റ് ചെയ്തു. ഞാൻ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അപ്പം അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ എല്ലാ എയർലൈൻസിലും എയർപോർട്ട് ജോബ്സ് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ക്യാബിൻ ക്രൂ നമുക്കിപ്പോൾ പറ്റില്ല, എന്താ വെച്ചാൽ ഹൈറ്റ് വെയിറ്റ് സ്കാർസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അതിപ്പോൾ പറ്റില്ല, അങ്ങനെ ഒരു സംഭവം. എന്നിട്ടാകുമ്പോൾ ഞാൻ എടുത്തു എന്നാൽ പിന്നെ ഇൻ്റർവ്യൂസ് നോക്കാമെന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ എയർലൈൻസിന് സോഷ്യൽ മീഡിയയിൽ കുറേ അക്കൗണ്ട്സ് ഉണ്ട്. നമ്മൾ അതിനകത്ത് അവർ ഇൻ്റർവ്യൂ വേക്കൻസി ഒക്കെ വന്നാൽ അപ്പം തന്നെ ഓൺ ടൈമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ എയർലൈൻസിൻ്റെയും പേജസ്, സോഷ്യൽ മീഡിയ പേജസ് ഇൻസ്റ്റയിലും ലിങ്ക്ഡിനിലൊക്കെ ഫോളോ ചെയ്തിട്ട സമയത്താണ് ഞാൻ ഇൻഡിഗോൻ്റെ ഒരു വർക്ക് ഇൻ്റർവ്യൂ വന്നത്, ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ വെച്ചെന്നാൽ പിന്നെ പോയി നോക്കാം. അത് ബാംഗ്ലൂരായിരുന്നു, ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പം ഞാൻ വെച്ചു ഓക്കെ, ബാംഗ്ലൂരാണെങ്കിൽ സെറ്റാണല്ലോ, ഞാൻ പഠിച്ചത് അവിടെയാണല്ലോ, എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇൻഡിഗോൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അന്ന് ഒറ്റയ്ക്കാട്ടോ വിടുന്നത്. ആ സമയത്ത് ഞാൻ ഇരുന്ന് മൊത്തം പേപ്പറിലും ബുക്കിലൊക്കെ എഴുതിയാണ് ഇൻഡിഗോൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. എന്താണ് ഇൻഡിഗോൻ്റെ തുടങ്ങി ഇന്ന വർഷമാണ് അത് ഇത് എല്ലാം ഞാൻ ഒരു ബുക്കിൽ എഴുതിയത് പഠിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്കാണ് വന്നത്. നാട്ടിൽ നിന്ന് കയറി വെളുപ്പിന് ഇവിടെ എത്തി. ഞാൻ ഒരു PG റൂം എടുത്തു. ഒരു മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്കും എനിക്ക് പോകേണ്ട സമയമായിരുന്നു. ഫ്രഷായി റെഡിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇൻ്റർവ്യൂവിലെ സ്ഥലം പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ഊബർ വിളിച്ചു. ഊബർ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈക്കാണ് എടുത്തത്. അപ്പോഴത്തേക്ക് എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് മൊത്തം പോയി. അതൊക്കെ ഞാൻ അവിടെ എത്തി സെറ്റാക്കി. ഇൻ്റർവ്യൂവിന് ഞാൻ പോയി നോക്കുമ്പോൾ ഒരു ഹോൾ നിറയെ ആൾക്കാർ, അത് എന്നെക്കാളും നല്ല രസമുള്ള ആൾക്കാരും നല്ലോണം സംസാരിക്കുന്നവരും. അപ്പം തന്നെ കിട്ടില്ല അങ്ങനെ ഒരു സാധനം വന്നു. എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇൻഡിഗോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം നമുക്കൊരു GD റൗണ്ടായിരുന്നു. അതിൽ എന്താണ് ടോപ്പിക്ക്, ഒരു 10-12 പേരെന്തോ ഒരുമിച്ച് വിളിച്ച്, 12 നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു 15 അടുത്ത ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ഹോളിൽ ഇരുത്തിയിട്ട് റൗണ്ടാക്കി ഇരുത്തിയിട്ട് ഒരു ടോപ്പിക്ക് വന്നു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്ക് എന്തായിരുന്നു, എന്തോ ബാംഗ്ലൂരിൻ്റെ വെതർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്, അതിൻ്റെ നല്ല എന്താണ്, അങ്ങനത്തെ നല്ല വശം എന്താണ്, ദോഷവശം എന്താണ്, അങ്ങനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു ഒരു ടോപ്പിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്കൊന്ന് ഓൾമോസ്റ്റ് അവിടെ ഒരു 95% ആൾക്കാരെയും അവിടെ വന്ന ഇൻ്റർവ്യൂവിന് വന്നവരെ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് നോക്കിയിട്ടാണ് റിജക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു 95% ആൾക്കാരെയും അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ടായില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയുടെ ഒരു 1 വീക്കിന് ഓൾമോസ്റ്റ് ഗ്യാപ്പിൽ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. എയർ ഇന്ത്യ സാറ്റ്സ് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. അപ്പം തേർഡ് പാർട്ടി കമ്പനി. അപ്പോൾ അവരുടെ ഐഡിയയിൽ കുറേ എയർലൈൻസ് ഉണ്ട്. സോ ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ വിളിച്ചെന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. വെറുതെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ഡയറക്റ്റ് എയർലൈൻ എന്നൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഈ തേർഡ് പാർട്ടി കമ്പനിയിൽ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തേലും ആവട്ടെ പോയി നോക്കാം, നമുക്കൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മീൻസ് എൻ്റെ സീനിയേഴ്സും എല്ലാവരും ഉണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് വെച്ചപ്പോൾ അവർ നോക്കുക എന്ന രീതിയിൽ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, പോയി ഇൻ്റർവ്യൂവിന് പോയി. അപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു പോയത്, എൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ ബാംഗ്ലൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ കൂടെ ഞാനും വന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തോട്ട് പോയതും തിരിച്ചു വന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞാൻ രാവിലെ റെഡിയായിട്ടാകുമ്പോൾ നേരെ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലം പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഊബർ എടുത്ത് അവിടെ പോയി. ഞാൻ കുറച്ച് നേരത്തെ പോയി. എനിക്ക് 9 മണിക്ക് എന്തായിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ ഞാനൊരു 7:45 8 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടെ ആരും ഇല്ല കേട്ടോ. ഒരു ഹോട്ടലിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാൻ എത്തിയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണ് ഫസ്റ്റ് വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ ആ ഹോട്ടലിൽ ഒരാളുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ എയർ ഇന്ത്യ സാറ്റ്സ് ഇൻ്റർവ്യൂ ഇവിടെ അല്ലേ? അപ്പം അവർ പറഞ്ഞു അതെ, അവിടെ താഴെ റൂമുണ്ട്, അവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കി. ഡോറ് തുറന്നപ്പം ആ ഹോള് നിറയെ ആൾക്കാർ. ഞാനിങ്ങനെ അപ്പം ഞാനല്ലേ ആദ്യം എത്തിയത്, ഇങ്ങനെ എനിക്കങ്ങനെ തോന്നി. ഞാൻ നോക്കുമ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ മൊത്തത്തിൽ ആൾക്കാർ ഇരിക്കുക ആ ഹോളിൽ. ഏറ്റവും മുമ്പിൽ ഒറ്റൊരു സീറ്റുണ്ട്, അത് എനിക്ക് വേണ്ടി വെച്ച പോലെ ഒരു സീറ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നേരെ പോയി, എനിക്കാണെങ്കിൽ മുമ്പിലിരിക്കുന്ന ഇഷ്ടമല്ല, വേറെ നിവർത്തിയില്ല എന്നിട്ട് ഞാൻ മുമ്പ് പോയിരുന്നു. മൊത്തം സൈലൻസ് ഗൈസ്, മൊത്തം സൈലൻസ്. എനിക്ക് അറിയാത്ത കുറേ ആൾക്കാർ, എനിക്ക് അറിയുന്ന ആരുമില്ല. ഞാനിങ്ങനെ നിൽക്കുക. അപ്പം അവിടെ എന്തോ ഒരു ഫോം പോലത്തെ ഒരു സാധനം തന്നിട്ട്, എന്തൊരു ഫോം പോലത്തെ സാധനം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ പേരും ആധാറിൻ്റെ നമ്പറും പാസ്പോർട്ടിൻ്റെ നമ്പറും എന്തോ എഴുതാനും ഫോൺ നമ്പർ എഴുതാനും അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാദ്യം എഴുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മാം വന്നു. ഞങ്ങൾക്കൊരു ഇങ്ങനെ കുറച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചെറിയൊരു ഇൻട്രോ പോലെ പറഞ്ഞു തന്നിട്ടാകുമ്പം പുള്ളിക്കാരി ഞങ്ങൾക്കൊരു എക്സാം ടെസ്റ്റ് ഉണ്ട്, അതിൽ ഇത്ര % മാർക്ക് കിട്ടുന്നവരെ ഞങ്ങൾ വിളിക്കും, അവരാണ് അടുത്ത റൗണ്ടിലോട്ട് സെലക്ട് ആവുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ എന്ന രീതിയിൽ വന്നു. അപ്പം അവരെൻ്റെ പേപ്പർ വന്നു. എനിക്ക് വന്നൊരു 30 മിനിറ്റ്സ് എന്തോ ആയിരുന്നു എക്സാമിന് ടൈം. അപ്പം അത് കഴിഞ്ഞ് എക്സാം എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നി. പക്ഷേ എനിക്ക് അതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങൾ അറിയായിരുന്നു. ബിക്കോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏവിയേഷൻ ആയതുകൊണ്ടും ഞാനത് പഠിച്ചുകൊണ്ടും പിന്നെ ബാംഗ്ലൂർ ബേസ് ആയതുകൊണ്ടും എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അപ്പം ഞാൻ പിന്നെ അസസ്മെൻറ്റ് കഴിഞ്ഞ് എളുപ്പമായിരുന്നു കേട്ടോ. എൻ്റെ സൈഡിൽ എനിക്ക് എളുപ്പമായിരുന്നു. മേ ബി ഞാൻ ഏവിയേഷൻ ടെസ്റ്റിന് വന്നുകൊണ്ടായിരിക്കും എനിക്കത് എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ആ എക്സാം കഴിഞ്ഞിട്ടാകുമ്പോൾ അവരോട് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞിട്ടാട്ടോ പുറത്തിറക്കിയത്. എല്ലാവരുടെ പേപ്പറും കളക്ട് ചെയ്തിട്ടാകുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ഞെട്ടി ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ആരും ഉണ്ടായിരുന്നില്ല, മൊത്തം എംപ്റ്റി ആയിരുന്നു ആ ഹോട്ടൽ. ഞാൻ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് നിറയെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആ
ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിൽ പോലും നിൽക്കാൻ സ്ഥലമില്ലാണ്ട് മൊത്തം ആൾക്കാരവിടെ. ആ റോഡിൻ്റെ ആ റിസപ്ഷൻ്റെ പുറത്തോട്ടും ആ ഹോട്ടലിൻ്റെ പുറത്തോട്ടും ലൈന് പോവുക, അങ്ങനെ ആൾക്കാർ. അപ്പം തന്നെ ഈശ്വര, ഇവരൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇനി എപ്പം പറയാൻ, അങ്ങനത്തെ ഒരു സംഭവം വന്നു. എന്നിട്ടാകുമ്പോൾ എന്താ, അത് കഴിഞ്ഞ് ഇവരടുത്ത ബാച്ച് ഈ അസസ്മെൻറ്റിന് വേണ്ടി കയറി. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ഒരു മാം വന്നിട്ട് ഇങ്ങനെ പേപ്പറും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പേര് വിളിച്ചു. ഇത്ര പേഴ്സണേജ് മേലെ കയറിയവരുടെ മാത്രം പേര് വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് വിളിക്കണില്ല. ഞാനിങ്ങനെ ചോദിക്കാം, മാം എൻ്റെ പേരില്ലേ, എൻ്റെ പേര് ഇതാണ്, എൻ്റെ പേരില്ലേ എന്ന് ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇതിലില്ല, വെയിറ്റ് ചെയ്യും, ഇവിടെ പേപ്പർ നോക്കി കഴിഞ്ഞിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കാറുള്ളൂ. അപ്പം ഞാൻ ഓക്കെ, ബിക്കോസ് എൻ്റെ മനസ്സിലറിയാതെ എനിക്ക് കിട്ടും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കിട്ടുമല്ലോ, എനിക്കിപ്പം എൻ്റെ പേര് വിളിക്കാത്ത, അങ്ങനെയായിരുന്നു. എന്നിട്ടാകുമ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വിളിച്ചു. അപ്പം എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൗണ്ട് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റത്തെ റൗണ്ട് അസസ്മെൻ്റ് ആയിരുന്നു. അസസ്മെൻറ്റ് സെലക്ട് ആയിരുന്നവർക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ മറ്റേ അടുത്ത ബാച്ചിൻ്റെ അസസ്മെൻ്റ് നടക്കുകയാണ്. അപ്പം ഒരു സൈഡിൽ ഇതിൽ സെലക്ട് ആയവർക്കുള്ള ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം വേറൊരു ഹോൾ, തൊട്ടപ്പുറത്ത് വേറൊരു ഹോൾ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അറ്റ് എ ടൈം 2 പേർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലൊരു ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് അടുത്ത പേര് ഇൻ്റർവ്യൂവിന് കയറിയിട്ടുണ്ട്. അങ്ങനെ എന്നിട്ടാകുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും പഠിക്കാണ്ട് വന്നാൽ എനിക്ക് ഇറങ്ങിയ സാറ്റ്സിൻ്റെ കമ്പനിയെ പക്ഷേ ഒന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇൻഡിഗോന് പോയപ്പോൾ ഞാൻ മൊത്തം ബുക്കിലൊക്കെ എഴുതി പഠിച്ചായിരുന്നു. പക്ഷേ സാറ്റ്സിൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓക്കെ, ഇവർ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മൊത്തം പെടും, അങ്ങനെ ഒരു രീതിയിലായി. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കുക, എല്ലാവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നമുക്ക് കാണാം ക്വസ്റ്റ്യൻസ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് അവർ പറഞ്ഞത് സെൽഫ് ഇൻട്രോ ചോദിക്കുന്നത്. എൻ്റെ ഒരു അറിയിലാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആരോടും അവർ സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞ സാധനം ചോദിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ഡയറക്റ്റായിട്ട് CV ചോദിച്ചു. ഞാൻ CV കൊടുത്തു. CV കൊടുത്തതിന് ശേഷം അവരെന്നോട് ചോദിച്ചു, ഏവിയേഷനല്ലേ പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഏവിയേഷൻ പഠിച്ചിട്ട് എന്താണ് നിനക്ക് കിട്ടിയത്, എന്താണ് ഏവിയേഷൻ പഠിച്ചത് കൊണ്ട് നിനക്ക് മനസ്സിലായത്, എന്താണ് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എന്താ ഞാൻ പറയേണ്ടത്, ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഞാൻ പിന്നെ എൻ്റെ വായിക്ക് വരുന്നത് ഇതൊക്കെയോ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെന്താണ് ചോദിച്ചത്, കോളേജിൽ നിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു, അൺഫോർച്ചബിൾ മെമ്മറീസ് എന്തായിരുന്നു, മറക്കാൻ പറ്റുന്ന മെമ്മറി എന്തായിരുന്നു കോളേജിൽ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അതിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ അല്ലേ, മീൻസ് ഫസ്റ്റത്തെ എന്നല്ല, സെക്കൻഡ് ഇൻ്റർവ്യൂ തന്നെ. പക്ഷേ എനിക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നമ്മളൊരു 2 പേര് മുമ്പിൽ ഇരിക്കുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് നടത്താനും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേടിയാവും. എന്നിട്ടാകുമ്പം എനിക്കത് പേടിയാവും. അപ്പോൾ എനിക്കത് പറയാൻ കിട്ടണില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇങ്ങനെ അവരിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് ആ കമ്പനിയുടെ BU ഹെഡും പിന്നെ HR ആയിരുന്നു തോന്നുന്നു. HR ആയിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് അവരുടെ പൊസിഷൻസ് എന്താണെന്ന് ഓർമ്മയില്ല. എന്നിട്ടാകുമ്പം അത് പറഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം തന്നെ ഞാൻ ഓക്കെ, കിട്ടില്ല നൈ. ബിക്കോസ് ഞാൻ ഔട്ട്സൈഡ് പറയാം, പുറത്തിറങ്ങിയ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടായിരുന്നു. അവരൊക്കെ പക്ക ഇംഗ്ലീഷിൽ ഫ്ലുവൻറ്റും കാണാൻ നല്ല ഭംഗിയുള്ളവരായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു നോക്കി, 3 പേരുണ്ടല്ലോ, 3 പേരിൽ അവർക്ക് അത്ര ആൾക്കാരൊന്നും ആവശ്യമില്ല. അപ്പം അവരിങ്ങനെ പറഞ്ഞു കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ മുഖമൊക്കെ മാറി. എന്നിട്ടാകുമ്പോൾ അവർ പറഞ്ഞു 6 മന്ത്സിനുള്ളിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ദെൻ വെൽക്കം ടു വെയറിൻ്റെ സാറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഞാനിപ്പോൾ സെലക്ട് ആക്കിയോ, എനിക്ക് ജോലി കിട്ടിയോ, എൻ്റെ ഒരു പറയണേ, എനിക്കത് മനസ്സിലാണെങ്കിൽ നിൽക്കുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ 6 മന്ത്സിനുള്ളിൽ സെറ്റാക്കി എടുക്കണം. 6 മന്ത്സിന് ഞങ്ങൾക്കൊരു നോട്ടീസ് പീരീഡ് പോലെയാണ്. നോട്ടീസ് പീരീഡ് എന്നല്ല, നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവർ 6 മന്ത്സിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവർ പിന്നെ നമ്മളെടുക്കണത്. അത് കഴിഞ്ഞ് അവരെന്നോട് ഇങ്ങനെ സാലറി ഇത്രയാണ്, ഇന്നലെ റൊട്ടേഷൻ ഷിഫ്റ്റ് എടുക്കേണ്ടി വരും, നൈറ്റ് എടുക്കേണ്ടി വരും, മോർണിംഗ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും, ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം, ഈ എയർപോർട്ടിൻ്റെ ഏരിയയിൽ തന്നെ നിൽക്കണം, ക്യാബ് ഫെസിലിറ്റീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോഴെനിക്ക് പ്രോസസ്സ് ആവണില്ല, എനിക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ള സാധനം.
അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മെയിൽ വരും, അപ്പോൾ ആ സമയത്ത് ഡോക്യുമെൻറ്റേഷൻ വന്നാൽ മതി തുറന്നു. അങ്ങനെ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ അസസ്മെൻറ്റിൽ അടുത്തൊരു പുള്ളിക്കാരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരുമിച്ചാണ് ഇൻ്റർവ്യൂവിന് കയറിയിട്ടുണ്ടായിരുന്നത്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. അപ്പം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക. അവൾ ആദ്യം പുറത്തോട്ടിറങ്ങി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോൾ അവളിങ്ങനെ ചോദിച്ചു എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായില്ല പറഞ്ഞു. അവൾ അവിടെ ബഹളം ഉണ്ടാക്കുക, ഏതൊക്കെ ബഹളം ഉണ്ടാക്കുക. അവളോടും സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്, സെലക്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ആൾക്കാരുടെ അവർ പറഞ്ഞത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരുന്നത്. പക്ഷെ ഞങ്ങളോട് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ മെയിൽ വരുന്നല്ല പറഞ്ഞത്, ഓൾറെഡി സെലക്ട് ആയ പോലെ കൺഫേം ഇത് ഡോക്യുമെൻറ്റേഷൻ്റെ മെയിൽ വരും, ആ സമയത്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്തു, മെയിലൊന്നും വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോയി. അപ്പം എൻ്റെ ഇതൊക്കെ പോയി. അത് കഴിഞ്ഞ് ഒരു 8ാമത്തെ ദിവസം ആയപ്പം അവൾ എന്നെ വിളിച്ചിട്ട് നിനക്ക് മെയിൽ വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എനിക്ക് മെയിൽ വന്നു എന്ന് പറഞ്ഞു, നീ ഒന്ന് നോക്കുക. ഞാൻ എന്നിട്ടാകുമ്പം അവൾക്ക് വന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മെയിൽ നോക്കുമ്പം എനിക്കും വന്നു ഗൈസ് മെയിൽ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പം അതിൻ്റെ അടുത്ത ദിവസം എന്തോ ഡോക്യുമെൻറ്റേഷന് പോകണുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ഈ കുറേ ഡോക്യുമെൻറ്റ്സിന് അവർ തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന സാധനങ്ങളൊക്കെ വേണം ക്യാരി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോയി. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ ഒരു 3 ആഴ്ച തന്നെ അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവും. അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മൊത്തം അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു 15 ദിവസം ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. 15 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 15 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അത് 2 ബാച്ചായിട്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തവർക്ക് 2 ബാച്ചായിട്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പം ആ ട്രെയിനിങ് ഒക്കെ 15 ദിവസത്തെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. പിന്നെ ഒരു എയർപോർട്ട്, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ, ടെർമിനൽ 2 എന്ന് പറഞ്ഞാൽ സെറ്റാണ് കഴിച്ചത്. അന്നൊക്കെ അത് കണ്ടപ്പോൾ ഇങ്ങനെയാണോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ഒരു എയർപോർട്ടിൽ പോലും പോയിട്ടില്ല, പുറത്തേന്ന് പോലും ഞാനൊരു എയർപോർട്ട് കണ്ടിട്ടില്ല. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും വെല്ലിച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി എയർപോർട്ടിൽ പോയതാണ്, അതെനിക്ക് ഓർമ്മ പോലും ഇല്ല. അപ്പം അങ്ങനെ പണ്ട് എപ്പോഴോ പോയതാണ്. പിന്നെ ഞാൻ എയർപോർട്ട്, എൻ്റെ നാട്ടിൽ പോലും എയർപോർട്ട് ഉണ്ടായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം ഫസ്റ്റായിട്ട് ഞാൻ എയർപോർട്ടിൽ പോയത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെയാണ് ഗൈസ്. അതും ബാംഗ്ലൂർ ടെർമിനൽ 2 എനിക്ക് കയറാൻ പറ്റി. അതും സെറ്റാണ്. നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ടെർമിനൽ 2 ഒന്ന് വന്ന് കാണണം. പുറത്തുനിന്നായാലും നൈറ്റ് വ്യൂ മക്കളെ സെറ്റാണ്. അപ്പം പിന്നെ വർക്കിന് കയറി. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒരു 2 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമുക്കതിനുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിലുള്ള കമൻറ്റ് എനിക്ക് അപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ പറയുന്നത്, ഇന്ന് ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിച്ചില്ല, ഇത് വിട്ടുപോയില്ലോ എന്നൊക്കെ അറിഞ്ഞൂടാ. അപ്പം നമുക്കിനി അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും എങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് കണ്ടന്റ് ഇടേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ പറയുക എൻ്റെ അടുത്ത് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് അങ്ങനത്തെ പറ്റുന്നതാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് എയർപോർട്ടിൽ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് ഗൈസ്. പക്ഷേ എങ്കിൽ ഞങ്ങളെ കമ്പനിയിൽ പോളിസി ഉണ്ട്, വിത്ത് യൂണിഫോമിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എയർപോർട്ടിലെ സംഭവങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. വേണമെങ്കിൽ എയർപോർട്ട് കാണിച്ചു തരാൻ പറ്റും, പക്ഷേ എങ്കിൽ വിത്ത് യൂണിഫോമിൽ എൻ്റെ വർക്ക് ഒന്നും എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊന്നും ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അതും കൂടി പറ്റുമെങ്കിൽ സെറ്റായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.